പ്രിയ ശ്രോതാക്കളെ, ദി സ്റ്റോറി ഓഫ് ദി സയൻസിൻ്റെ 308-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഫ്രാൻസിസ് അസീസിക്ക് ശേഷം ഈ ആഴ്ച വിശുദ്ധ ഫൗസ്റ്റീന കൊവാൾസ്കിയെക്കുറിച്ചാണ്. 1905 ഓഗസ്റ്റ് 25 പോളണ്ടിലെ ലോഡ്സ് എന്ന സ്ഥലത്താണ് വിശുദ്ധ ജനിച്ചത്. ഹെലേന എന്ന ജ്ഞാനസ്നേഹ പേരുള്ള ഫൗസ്റ്റീന ഒരു ദരിദ്ര കുടുംബത്തിലെ 10 മക്കളിൽ ഒരാളായിരുന്നു. അവൾക്ക് 15 വയസ്സുള്ളപ്പോൾ കുടുംബത്തെ സഹായിക്കുന്നതിനായി പഠനം ഉപേക്ഷിച്ച് വീട്ടുജോലിക്ക് പോയി. 18 വയസ്സായപ്പോഴേക്കും ക്രിസ്തുവിനെ സേവിച്ചുള്ള ജീവിതത്തിനായി ദൈവം തന്നെ വിളിക്കുകയാണെന്ന് അവൾക്ക് ഉറപ്പായി. പക്ഷേ അവളുടെ മാതാപിതാക്കൾ അവളുടെ ഈ ആഗ്രഹത്തിനെതിരായിരുന്നതിനാൽ അവൾ ഈ ആഗ്രഹം തന്റെ മനസ്സിൽ നിന്നും ഉപേക്ഷിച്ചു. ഗ്രാമത്തിലെ നൃത്തത്തിനിടയ്ക്ക് മുഴങ്ങിക്കൊണ്ടിരുന്ന ഒരു ശബ്ദം അവൾ കേട്ടു. അത് ദുഃഖിതനും വേദനിക്കുന്നതിനുമായ ക്രിസ്തുവിനെ ശബ്ദമാണെന്ന് അവൾ മനസ്സിലാക്കി. അടുത്ത ദിവസം തന്നെ ഒരു ചെറിയ ബാഗിൽ തന്റെ സാധനങ്ങളും എടുത്ത് അവൾ തലസ്ഥാന നഗരിയായ വാൾവോയിലേക്ക് പോവുകയും കാരുണ്യ മാതാവിന്റെ സഹോദരിമാർ എന്ന മഠത്തിൽ ചേരുകയും സിസ്റ്റർ മേരി ഫൗസ്റ്റീന എന്ന നാമം സ്വീകരിക്കുകയും ചെയ്തു. ഏതാണ്ട് 10 വർഷത്തിന് ശേഷം ഫൗസ്റ്റീനയ്ക്ക് ക്ഷയരോഗം പിടിപെട്ടു. തന്റെ ചുമതലയായ ഉദ്യാന പാലനത്തിന് പോലും കഴിയാത്തത്ര ക്ഷീണിതയായിരുന്നതിനാൽ അവൾക്ക് കവാട കാവൽക്കാരുടെ ജോലി നൽകപ്പെട്ടു. തന്റെ പുതിയ സേവന മേഖലയെ അവൾ കരുണാർദ്രമാക്കി. ഭക്ഷണം ആവശ്യപ്പെട്ടു വരുന്ന പാവങ്ങളെ സഹായിക്കുന്നതിനായി സാധിച്ചു. ഒരിക്കൽ പാവപ്പെട്ട ഒരു യുവാവായി യേശു അവളുടെ മുമ്പിൽ വന്നു. അവൾ കൊടുത്ത ഭക്ഷണം കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് യേശുവിനെ മനസ്സിലായത്. അവളുടെ കാരുണ്യവും സ്നേഹവും നിമിത്തം വളരെയേറെ ആനന്ദം അനുഭവിച്ചെന്ന് യേശു അവളോട് പറഞ്ഞു. 1931 ഫെബ്രുവരി 22 ദിവ്യകാരുണ്യനാഥനായ യേശു വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവൾ യേശുവിനെ ദർശിച്ച പ്രകാരമുള്ള തൂവള വസ്ത്രമണിഞ്ഞ ചുവപ്പും വെളുപ്പും ഇടകലർന്ന പ്രകാശം വമിക്കുന്ന തിരുഹൃദയത്തോടു കൂടിയ ഒരു ചിത്രം വരയ്ക്കുവാൻ കർത്താവ് അവളോട് ആവശ്യപ്പെട്ടു. ക്രൂശിതനായ ക്രിസ്തുവിന്റെ മാരടത്തിൽ നിന്നും ഒഴുകിയ രക്തത്തെയും വെള്ളത്തെയുമാണ് ഈ രശ്മികൾ പ്രതിനിധീകരിക്കുന്നത്. യേശു തനിക്ക് പ്രത്യക്ഷപ്പെട്ട് നൽകിയ സംഭവത്തിൽ പലരും അവളെ ആദ്യം വിശ്വസിച്ചില്ല. വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പാവപ്പെട്ട കർഷക കുടുംബത്തിലെ അംഗമായ അവളെ യേശു ഇത്തരമൊരു മഹത്തായ കാര്യത്തിന് തിരഞ്ഞെടുക്കുവാൻ തീരെ സാധ്യതയില്ല എന്നാണ് അവളുടെ മഠത്തിലെ മറ്റ് സഹോദരിമാർ പോലും കരുതിയത്. പള്ളിയിലെ വേദപാരംഗതന്മാർ പോലും അവളുടെ വാക്കുകളെ സംശയിച്ചിരുന്നു. അവളുടെ വിധേയത്വം തന്നെ പ്രീതിപ്പെടുത്തിയെന്നും അതിനാൽ തന്നെ അവസാനം തന്റെ പദ്ധതി അവളുടെ തന്നെ നിറവേറ്റപ്പെടുമെന്നും യേശു അവളെ അറിയിച്ചു. 1934 ജൂണിൽ ദിവ്യകാരുണ്യത്തിന്റെ ഈ ചിത്രം പൂർത്തിയാക്കി. അധികം താമസിയാതെ ഈ ചിത്രം ഭക്തിയുടെ കേന്ദ്ര ബിന്ദുവായി മാറി. ചിത്രത്തിന് താഴെയായി യേശുവെ, നിന്നിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് ആലേഖനം ചെയ്തിരുന്നു. യേശുവിന്റെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് ഫൗസ്റ്റീന തന്റെ ഡയറിയിൽ നിരന്തരം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. 1938 ഒക്ടോബർ 5 33-ാം വയസ്സിൽ അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി. 2000 ഏപ്രിൽ 30 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. അനശ്വരതയോളം പഴക്കമുള്ള ഒരു സന്ദേശം ആധുനിക ലോകത്തിന് പകർന്നു നൽകുവാനാണ് യേശുവോട് തെരഞ്ഞെടുത്തത്. സകല മനുഷ്യരോടും പ്രത്യേകിച്ച് പാപികളോടുള്ള യേശുവിന്റെ സ്നേഹമായിരുന്നു അവരുടെ ജീവിതത്തിലൂടെ പുറത്തു പ്രകടമായത്. വിശുദ്ധയിലൂടെ നമുക്ക് ലഭിച്ചതാണ് പ്രസിദ്ധമായ ദൈവകരുണയുടെ ചിത്രം. വിശുദ്ധയുടെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. എല്ലാവർക്കും ഉണ്ടാകും ഉന്നതമായ ചില ലക്ഷ്യങ്ങൾ. അവ നേടുന്നതിനായുള്ള നമ്മുടെ ശ്രമങ്ങൾ തന്നെയാണ് നമ്മുടെ പോരാട്ടങ്ങൾ. ഉള്ളിലുള്ള സ്വപ്നങ്ങളും പുറമേയുള്ള പ്രതിബന്ധങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് വിജയത്തിലേക്കും നേട്ടങ്ങളിലേക്കും നമ്മെ നയിക്കുന്നത്. ഈ വിജയം നേടാനുള്ള പോരാട്ടത്തിനിടയിൽ ഒത്തിരി പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടേക്കാം. നമ്മുടെ ഇച്ഛാശക്തിക്കും ആത്മധൈര്യത്തിനും മുകളിലേക്ക് ഉയരുവാൻ ഒരു തടസ്സത്തിനുമാവില്ല എന്ന് സ്വയം വിശ്വസിക്കുക. നമ്മുടെ മനസ്സിലെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അഭിലാഷം നമുക്കുള്ളിൽ തീവ്രമായിരിക്കണം. എങ്കിൽ മുന്നിൽ വരുന്ന എല്ലാ തടസ്സങ്ങളെയും നമുക്ക് അതിജീവിക്കാനാകും. ഏവർക്കും നന്ദി.